4 ദിവസത്തിൽ അനൗൺസ് ചെയ്തൊരു പരിപാടി ഷാഹുൽ മാസ്റ്ററിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വന്നവർക്ക് കൊള്ളാം. ഭാഷ അങ്ങനെയാണ് പറയാറ്. നീ വന്നില്ലല്ലേ ഭാഷ അല്ല നീ വന്നില്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നിനക്ക് കൊള്ളാം. അതാണ് ഷാഹുൽ മാസ്റ്ററുടെ ഒരു ശൈലിയാണ്. ആര് വരുന്നു ആര് പോകുന്നു എന്ന് നോക്കാതെ സധൈര്യം ഒരു ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ഭാഷ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തികളുടെ രൂപത്തിലാണ് ഞാൻ ആമുഖവും സ്വാഗതവും ഒന്നിച്ച് പറയുന്നത്. കേൾക്കുന്നില്ല, ഭാഷ ഒരുപാട് ഘടകങ്ങൾ. ഈ നമ്മുടെ ഈ KR ജോലിയുടെ സഹോദരിയുടെ ഒരു കഥ ചാലക്കുടിയിൽ പിന്നീട് ഇതിന് താലൂക്ക് ഓഫീസായിരുന്ന സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള CVയുടെ ഈർച്ചമില്ലുകളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു കടയുടെ ഒരു ഇനോഗ്രേഷൻ. ആ ഇനോഗ്രേഷന് പലരും വിളിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരുന്നു എല്ലാവരും വന്നിരുന്നത്. ഇതേപോലത്തെ ഒരു ആളിൽ ഒരുപാട് മിക്കവാറും നിറയെ ആളുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ BDS ഉണ്ടായിരുന്നു എൻ്റെ ചീഫ് ഗസ്റ്റ്. അദ്ദേഹം വരാനായിട്ട് ഇത്തിരി സമയമെടുക്കും. അപ്പം എല്ലാവരും നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം എന്നോട് പോൾ മാഷ് പറയാം, ചില സന്ദർഭത്തിൽ ചില ആളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ നമ്മൾ ആശിച്ചു പോവാം. എൻ്റെ മാഷ അങ്ങനെ തോന്നിയേ. ഇപ്പോൾ ഈ രാഹുൽ മാഷ് കൂടി ഉണ്ടെങ്കിൽ ഇവരാരും നിശബ്ദരായിട്ടിരിക്കില്ല. അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗതിവിട്ട ആൾ സ്വയം അനൗൺസ് ചെയ്യും ഈ കടയുടെ പ്രാധാന്യം ഇന്നതാണ് എന്നുള്ള പറയുന്നത്. മലയാള ഭാഷയിൽ നല്ല വിൽപ്പിത്തി, അതിന് ചില തെളിവുകളും നമുക്കുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് രംഗത്ത് പ്രതിഭ തെളിയിച്ച ആളാണ്. പ്രതിഭ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ കലോത്സവത്തിന് കലാപ്രതിഭ എന്നുള്ള പേര് ആൺകുട്ടികൾക്ക് സമ്മാനം നിശ്ചയിച്ച് അതിന് പേര് സെലക്ട് ചെയ്ത് ഷാഹുൽ മാഷാണ്. സംസ്ഥാനത്തിൽ ഇന്ന് കലാതിലകം കലാപ്രതിഭ എന്നൊക്കെ പറയുമ്പോൾ ഈ കലാപ്രതിഭ ഷാഹുൽ മാഷ സംഭാവനയാണ്. ഈ ഷാഹുൽ മാഷ് പല വേദികളിലും ഷാഹുൽ മാഷെ പരിചയപ്പെടാനും അടുത്ത് പ്രവർത്തിക്കാനും ഷാഹുൽ മാഷ് ചില അവസരങ്ങൾ സുനില് എന്ന് എവിടെ വെച്ച് കാണുമ്പോഴും ആ ഒരു ശബ്ദം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. 4 വർഷം പിന്നിടുന്ന ഈ ദിവസത്തിൽ നമ്മൾ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഒരു മറിവ് പോലുമില്ലാതെ നമ്മൾ ഓരോ വ്യക്തികളെയും ആ വ്യക്തിയുടെ ആ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ആ വ്യക്തിയോട് പെരുമാറണം, അല്ലെങ്കിൽ എങ്ങനെ ആ വ്യക്തിയെ സ്നേഹിക്കണം, ആ വ്യക്തിയോട് സംസാരിക്കണം എന്ന്. കല്ലേറ്റുകര ബൈപ്പാസ് റോഡ് എന്നറിയപ്പെടുന്ന റോഡിന് PM ഷാഹുൽ ഹമീദ് മാസ്റ്റർ സ്മാരക റോഡ് എന്നാക്കി മാറ്റണം എന്ന് ഈ യോഗം ആളൂർ പഞ്ചായത്തിനോട് ഔപചാരികമായിട്ട് ആവശ്യപ്പെടുന്നു. അത് പഞ്ചായത്തിൽ അവതരിപ്പിക്കാൻ ഈ യോഗത്തിൽ പങ്കെടുത്ത മാഷ്ട പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായ ശ്രീ KB സുനിൽ അവർകളെ അതിനായിട്ട് ഈ യോഗം ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ആ റോഡിന് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ മുസ്ലിം ചർച്ചിൻ്റെ നേരെ മുന്നിലുള്ള പൂപ്പച്ചിറ റോഡ് എന്നാണോ മറ്ററിയപ്പെടുന്നത്, ആ റോഡിനെങ്കിലും ഏറ്റവും അടിയന്തരമായിട്ട് ഷാഹുൽ ഹമീദ് മാസ്റ്ററുടെ പേര് നൽകണമെന്ന് ഈ യോഗം ഔപചാരികമായി ആവശ്യപ്പെടുന്നു. ഉണ്ടായിരുന്നില്ല, ജാതി ഉണ്ടായിരുന്നില്ല, മറ്റു വക താല്പര്യങ്ങളൊന്നും മാഷക്ക് ഉണ്ടായിരുന്നുമില്ല. ഒരുപക്ഷെ ഇപ്പോൾ സ്വാമി ചിറ്റേത്തെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആവുന്നില്ല. ഈ പേര് ആദ്യമായിട്ട് മാഷാണ് എന്നോട് പറഞ്ഞത്, നീ ഇനി മറ്റു പേരിലല്ല വേണ്ടത്, ഈ പേരിടണം എന്ന് പറഞ്ഞത് ലീഡർ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ആളൂർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഞാൻ ഒരു സൈക്കിൾ റാലി നടത്തുന്നതിന് വേണ്ടി, അന്ന് മണ്ഡല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ്, സൈക്കിൾ റാലി നടത്തുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മാഷും എടുത്തുണ്ട്. അത് കഴിഞ്ഞ് മാഷെ കാണിച്ചു ഞാൻ നോട്ടീസ്. എന്തെങ്കിലും മാഷ്ക്കറിയാം വാക്കുകൾ എവിടെ വെക്കണം, ഏത് തരത്തിൽ ഉപയോഗിക്കണം, ഏത് തരത്തിലായിരിക്കണം അതിൻ്റെ ഘടന എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് മാഷെ ഏൽപ്പിച്ചതാണ്. പിന്നെ കാലഘട്ടങ്ങളിൽ പരസ്പരം എപ്പോഴും സംസാരിക്കുകയും ബന്ധപ്പെടുകയും മാഷിലെ പരിപാടികളുണ്ടെങ്കിൽ ഞാൻ അറിയും, എന്നെ അറിയിക്കും. അങ്ങനെയായിരുന്നു കഴിഞ്ഞു പോയത്. മാഷ് നല്ലൊരു പ്രാസംഗികനായിരുന്നു. നിങ്ങൾക്കറിയുമെന്നറിയില്ല, നമ്മുടെ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ മാഷ് 2ാം സമ്മാനം കരസ്ഥമാക്കിയ ആളാണ്.
എൻ്റെ വിഷയം മാഷെക്കുറിച്ച് പറയാനുള്ള വിഷയം കലാകായിക രംഗത്ത് ഷാഹുൽ മാഷ് ഈ ഗ്രാമത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മാന്യ വ്യക്തികളും മാഷും അവരും തമ്മിലുള്ള പേഴ്സണൽ വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവരുടെ ബന്ധങ്ങൾ അയവർക്കും എന്നെ സംബന്ധിച്ച് പറയണമെങ്കിൽ അതിലൊക്കെ ഉപരി ഒത്തിരി എൻ്റെ കായിക ജീവിതത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയതിൽ മാഷയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. ഇത് മലയാള മനോരമയുടെ ഒരു ക്യാപ്ഷൻ. ഫാദർ ജോസ് കൊടക്കൻ മംഗളത്തിൻ്റെ ഒരു സ്മരണിക ഇറക്കിയപ്പോൾ ആ സ്മരണികയിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ പേര് ഇതുതന്നെയായിരുന്നു, പത്രം വിറ്റ കുട്ടി പത്രാധിപൻ. ഫാദർ ജോസഫ് വടക്കൻ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലത്ത് പത്രം വിറ്റ് നടന്നിരുന്നൊരു കുട്ടിയായിരുന്നു. പിന്നീട് അദ്ദേഹം തൊഴിലാളി പത്രത്തിൻ്റെ പത്രാധിപൻ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഷാഹുൽ ഹമീദ് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ജീവിതം സാധാരണ അദ്ദേഹത്തെപ്പോലെയുള്ള കുറേ വ്യക്തിത്വങ്ങൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ടായി. പത്രപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, അധ്യാപകൻ, ഇങ്ങനെയുള്ള വ്യക്തിത്വം. ഇവരുടെയൊക്കെ ജീവിതം ഒരു ദിവസം ആരംഭിക്കുന്നത് ആ പ്രദേശത്തെ ഒരു ചായക്കടയിൽ നിന്നായിരിക്കും. അങ്ങനെ പിന്നെ മാഷ് വഴികളൊക്കെ പറഞ്ഞു വന്നു. പിന്നീട് നമ്മളത് രീതി ചെയ്തു. അതുമാതിരി തന്നെ വികസന കാര്യത്തിൽ, നാടിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും മാതൃകപരമായിട്ട് പ്രവർത്തിക്കാനോ അതിനുള്ള വഴികൾ പറഞ്ഞു തന്നത് മാഷായിരുന്നു. അതിൻ്റെ പിൻബലത്തിലാണ് നമുക്കറിയാം ഈ പറഞ്ഞ മാഷിൻ്റെ പാത പിന്തുടർന്ന് നമ്മുടെ ഈ കല്ലടിക്കര പള്ളിയുടെ 2 വശത്തുള്ള BW റോഡ് ഏറ്റെടുപ്പിക്കുക. നമ്മുടെ ഇവിടെ ആരംഭിച്ച് BW ഏറ്റെടുപ്പിച്ചും പഞ്ചായത്ത് റോഡായിരുന്ന റോഡ് 3 പഞ്ചായത്തുകളെ കൊണ്ട് റെസോഴ്സ് എടുപ്പിച്ച് BW ഏറ്റെടുപ്പിച്ചതും ഈ ഇപ്പോൾ വലുതാണെല്ലാം ഓർമ്മിച്ച് സർക്കാരിനോട് സാങ്ഷൻ ചെയ്യിപ്പിച്ചൊക്കെ ഈ മാഷിൽ നിന്ന് കിട്ടിയ പ്രചോദനം വെച്ചുകൊണ്ടാണ്. 9 മത്സരിച്ചു, ക്ലാസ്സിൽ ലീഡറായി. 10 എനിക്ക് തോന്നുന്നത് ജോയ് മാഷാണെന്ന് മാസ്റ്റർ തോന്നും മാഷാണെന്ന് നയിച്ച ഒരാൾ. ഞാനന്ന് സ്കൂൾ ലീഡർ ആയിരുന്നു. അപ്പോൾ ചെറുതായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കാനായിട്ടുള്ള ആ ചെറിയ മനസ്സിനകത്ത് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം അങ്ങാടികളിലൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ എത്തി നോക്കുമ്പോൾ ഏറ്റവും നന്നായി പ്രസംഗിക്കുന്നത് ആരാണെന്ന് നോക്കുമ്പോൾ അകലേന്നറിയാം പോൾ മാസ്റ്റർ ശബ്ദമാണല്ലോ ആ കേൾക്കുന്നത് എന്ന് അറിയാം. അല്ലെങ്കിൽ പിന്നെ അല്ല മാഷല്ല, അത് ഷാഹുൽ മാഷാണ്. ഈ 2 പ്രതിഭകൾ നമ്മുടെ കല്ലേറ്റിങ്കരയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ വലിയ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് രാഷ്ട്രീയം നോക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും അവരെ പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം കൊടുക്കുന്ന ഏതു മേഖല പരിപാടികളാണെങ്കിൽ പോലും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഷാഹുൽ മാഷ് എന്ന് പറയാൻ. വരും നാളുകൾ മാഷക്ക് അറിയിക്കുന്ന രൂപത്തിലുള്ള ഒരു അംഗീകാരം കല്ലേറ്റിക്കര കേന്ദ്രീകരിച്ച് മാത്രമല്ല ഇരിഞ്ഞാലക്കുടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്മരിക്കാനുള്ള ഒരവസരം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ. മാഷ് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഞാനാണ്. കാരണം സിറ്റിസൺ ഫോറത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ 20 വർഷം മുൻപ് നല്ലൊരു വേദി എനിക്ക് കിട്ടിയത് മാഷിൽ കൂടെ. കാരണം ആളെ അന്ന് TS സുരജ് കളക്ടറായിരുന്നു, സെക്രട്ടറി ആയിരുന്നപ്പോൾ നമുക്ക് നന്ദി പറയാൻ അന്ന് വേദിയിൽ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ, മാഷും കാട്ടുകുളം പരത്തും തുടങ്ങിയുള്ള ആൾക്കാർ ഉള്ള വേദിയിൽ ഒരു നല്ല അവസരം ഉണ്ടാക്കിയത് മാഷാണ്. അവിടെ നിന്നാണ് നമുക്ക് ഓരോ അവസരങ്ങൾ കിട്ടുന്നത്. അപ്പം തന്നെ അവസാനത്തെ നിമിഷത്തിലെ ലാസ്റ്റ് ഫംഗ്ഷൻ ഞാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനും പോൾ മാഷും കൂടി ഫസ്റ്റ് അൻവർ ഷായുടെ മകൻ്റെ കല്യാണത്തിന് നമ്മുടെ സൊസൈറ്റി കെട്ടിടത്തിന് മുകളിൽ അന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന അവസാന നിമിഷങ്ങളാണ്.
നല്ല കോവിഡ് സമയം ഞാനും പോൾ മാഷും ഒരു കഷ്ണം അപ്പം പീസ് കോഴിയും ഒരപ്പം കഴിച്ച് മാഷോട് പറഞ്ഞു, മാഷ് ഇരിക്കരുത്, കാരണം ഇരിക്കാൻ പാടില്ല, സർക്കാർ നിയമം അനുസരിച്ച് അങ്ങനെയുള്ള ഫംഗ്ഷൻ പാടില്ല, വളരെ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. പക്ഷേ അവസാനം പോൾ മാഷ് ഞാൻ പറഞ്ഞു നമുക്കൊരു പെട്ടെന്ന് പോകണം, ഞാൻ മാഷ് ഇരിക്കാൻ പാടില്ല. സാമൂഹിക രാഷ്ട്രീയ കായിക രംഗത്തെല്ലാം തിളക്കമാർന്ന കേരളം മുട്ടക്കും അറിയപ്പെട്ടിരുന്ന എൻ്റെ ജ്യേഷ്ഠൻ്റെ ഓർമ്മയിൽ ഞാൻ വളരെ മനം നൊന്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരാഴ്ച രോഗിയായിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. 1 വർഷമായിട്ടുള്ളൂ. എൻ്റെ ജ്യേഷ്ഠനെ അവസാനമായി കണ്ടത് മകൻ്റെ വിവാഹത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ് കണ്ടത്. മാഷും ഞാനൊക്കെ തമ്മിൽ ഒരു 72-73 കാലഘട്ടം മുതൽ ഉള്ള അടുപ്പമുണ്ട്. മാഷ് കളിപ്പശ്ശേരി സ്കൂളിൽ മാഷായിരിക്കുന്ന കാലത്ത് എല്ലാ അധ്യാപകർക്കും മാതൃകയായിരുന്നു. എങ്ങനെയാ മാതൃക? പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറിയുടെ ഉള്ളിലല്ല എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തത് മാഷാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ മാഷെക്കുറിച്ച് ഞാൻ നിരവധി കേട്ടിട്ടുണ്ട്. മാഷെക്കുറിച്ചിട്ട് പല വാർത്തകളിലും, പ്രത്യേകിച്ചും ഈ സീനിയർ സിറ്റിസൺ ഫോറുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകൾ, അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ കാണുന്ന പല കാര്യങ്ങൾ, വാർത്തകളിലൊക്കെ മാഷ പ്രധാനപ്പെട്ട ഒന്നുകിൽ അത് സ്വാഗതകൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രസംഗിച്ച കാര്യങ്ങൾ, അങ്ങനെയുള്ള വാർത്തകളൊക്കെ പലപ്പോഴും പരിചിതമാണ്. പക്ഷേ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് മാഷ അന്ന് നേരിട്ട് കണ്ടെത്താനും അതുപോലെ തന്നെ പരിചയപ്പെടാൻ സാധിച്ചത്. അപ്പോൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളോട് പറഞ്ഞു ഈ മാഷ് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ മാഷ് എന്തുകൊണ്ടാണ് കടന്നു വന്നു വെച്ചാൽ, മാഷ് ആ കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു, അത് ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രി 2 വർഷം പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ലൈബ്രറിയിൽ ഞങ്ങൾ വേണം കയ്യെഴുത്ത് മാസിക എന്ന് പറഞ്ഞൊരു മാസികയൊക്കെ അപ്പോൾ അതിൻ്റെ ആ കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൂഫ് റീഡിങ്ങിന് കൊടുക്കുന്നത് മാഷിലാണ്. മാഷ് അതിനെ കറക്ഷനുകൾ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അത് ഫൈലായിട്ട് എഴുതി. അപ്പം അന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കുടിക്കുകയായിരുന്നു. അപ്പോൾ മാഷ് അന്ന് അതിലാണ് എൻ്റെ പേര്, ഞാൻ സോമൻ കല്ലേറ്റിഗ്രാന്നും പറഞ്ഞ് എഴുതിയത്. ആ മാഷാണ് അത് സോമൻ ശാരദാലയം എന്നാക്കി തന്നത്. അതുപോലെ സാധാരണ പല പൊതുപ്രവർത്തകർ അവരവരുടെ സ്ഥാനങ്ങളും കാര്യങ്ങളും അതിൽ പുരോഗതി ഉണ്ടാവാൻ വേണ്ടി നിൽക്കുമ്പോൾ മറ്റു പലർ പൊങ്ങി വരുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഷാഹുഖാനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു ഇതില്ല. ഏത് രാഷ്ട്രീയമായാലും ഏത് മുന്നണിയായാലും അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേകത ഷാഹുഖാൻ മാഷ്ക്കുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ചെറുതായിട്ട് പറയണമെങ്കിൽ ഇവിടുത്തെ നമ്മളുടെ ഈ ഓർമ്മിച്ച് ലൈറ്റിൻ്റെ കാര്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓർമ്മിച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റിന് വേണ്ടി ബാക്കിൽ കിടന്ന് നടന്ന് ആ ലൈറ്റ് വരണവരെ ആ സമരത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒരു കാര്യം എടുത്തിട്ട് അതിൻ്റെ അവസാനം കാണുന്നവരെ സമരത്തിന് നിൽക്കണം നല്ലൊരു വ്യക്തിത്വമായിരുന്നു ഷാഹുഖാൻ മാഷ്. അത് അദ്ദേഹം എനിക്ക് അതിലേക്കൊരു സംഭാവനയും തന്നു. പിന്നീട് വയോജനങ്ങളുടെ ആ കൂട്ടായ്മയിൽ ഞാൻ സംസാരിച്ചത് മൺമറഞ്ഞു പോയ നമുക്ക് മുന്നിലുള്ള ആളുകളെ ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടത് നമ്മളുടെ മാത്രം കടമയാണ്. നമ്മളല്ലാതെ അവരെ പറ്റി വേറെ ആരാണ് പറഞ്ഞു കൊടുക്കുക? ഷാഹുൽ ഹമീദ് സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ വരും തലമുറയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഓരോരുത്തരും തയ്യാറാവണമെന്നും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇപ്പോഴും ദുഃഖത്തിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകട്ടെ, മനസ്സമാധാനം ഉണ്ടാകട്ടെ. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ലെങ്കിലും ഈ അനുസ്മരണ ദിനത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ പറ്റി ഞാൻ നിങ്ങളുടെ ഓർമ്മ ഒരു 55 കൊല്ലം മുമ്പിൽ ഒന്ന് പിന്നോട്ട് നയിക്കുക. നേരത്തെ നമ്മുടെ വർഗീസ് പന്തലുകാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 969 കാലഘട്ടത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് ചാമ്പ്യനൊക്കെ ആയിട്ട് വരുന്നത്. ഈ കല്ലേറ്റിക്കൽ പോലും കൊടുക്കാത്ത സ്വീകരണമാണ് ഷാഹുൽ ഹമീദ് മാഷ് തൊമ്മാന സ്കൂളിൽ കൊടുത്തത്. നിങ്ങൾ ആലോചിക്കണം, ഒരു വെള്ളിയാഴ്ചയായിരുന്നു സ്വീകരണം. ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ശ്രീ വറീദ് കുട്ടിക്കും MP മീരാസിക്കും വലിയൊരു സ്വീകരണം കൊടുക്കുക. അന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ കൊടുക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞു.
മാഷ് സെൻട്രൽ വന്ന് വിദ്യാർത്ഥികളടക്കം ഒന്ന് ജയ് വിളിച്ചു. ജയ് വിളിക്കുന്നത് ഷാബു മാഷാണ്. അതായത് കർഷക മുന്നേറ്റം വർഗീസ് പറമ്പിലും മാർട്ടിനും എല്ലാവരും കൂടി ഇതൊരു സംരംഭം ഉണ്ടാക്കിയതും എല്ലാവരെയും പങ്കെടുപ്പിച്ച് നന്നായി. എല്ലാവരും പറഞ്ഞ മാതിരി മാഷ്ടെ പേരിന് ഒരു എന്തെങ്കിലും നല്ലൊരു ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ഇതും വേണം എന്നുള്ളത്. ഞാൻ മാഷായിട്ട് 1992 മുതൽ കേരള സിറ്റിസൺ ഫോറത്തിൻ്റെ മാഷാവുന്നപ്പോൾ കുറേ കാലം വൈസ് പ്രസിഡൻറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു. എല്ലാത്തിലും ഏറ്റവും പ്രധാനം പറയുന്നത് നല്ല അധ്യാപകനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല പത്രമാധ്യമ പ്രവർത്തനത്തിലും സംഘടനാ തലത്തിലും നല്ലൊരു സംഘാടകൻ തന്നെയാണ്. എല്ലാ ബഹുമാന്യ വ്യക്തികളോടും ഞങ്ങളുടെ കുടുംബത്തെയും എൻ്റെ പേരിലും ഒക്കെ നന്ദി പറഞ്ഞു. കൂടുതലായിട്ട് പറയാൻ വാക്കുകൾ